ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് 20കളിലും 30കളിലും ഒക്കെ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ 60കളിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷം മാത്രം കണ്ടുവരുന്ന ഒരു പ്രശ്നമായിരുന്നു ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ ശരീരത്തിലെ വേദന എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്കിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, സിയമോനാസ് ക്ലിനിക്. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് കേട്ടിട്ടുണ്ടാവുക മുട്ടുവേദന അല്ലെങ്കിൽ കാൽമുട്ട് വേദന എന്നുള്ള രീതിയിലായിരിക്കും കൂടുതൽ കേൾക്കുന്നത്, അതല്ലെങ്കിൽ നടുവേദന എന്നുള്ള കാരണം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നത് നോക്കാം. അതിലാദ്യത്തെ എന്ന് പറയുന്നതാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ആർത്രൈറ്റിസ് പലപ്പോഴും തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ജോയിൻ്റ് എന്ന് പറയുന്നത് 2 എല്ലുകൾ ഒരുമിച്ചുള്ള ഒരു ജോയിൻ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ എല്ലുണ്ടാവും, അതിൻ്റെ മേലെ തരുണാസ്ഥി ഉണ്ടാവും. അതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്കൊരു ജോയിൻറ്റ്. സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും അതിന് ചുറ്റുമായിട്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ് ഒരു ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റിൽ ഇതിലേതെങ്കിലും ഒരു ബോണിനാവട്ടെ, തരുണാസ്ഥിക്കാവട്ടെ, സൈനോവിയൽ ഫ്ലൂയിഡിനാവട്ടെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ എവിടെ എന്ത് വന്നാലും ഇൻഫെക്ഷൻസ് വന്നാലും നമുക്ക് വേദന ഉണ്ടാവും. അപ്പോൾ ഓരോ തരത്തിലുള്ള കാരണങ്ങളും ഓരോ തരത്തിലുള്ള വേദനകൾക്കാണ് ചാൻസ് ഉണ്ടാക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ആർത്രൈറ്റിസ് ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ തരുണാസ്ഥിയിൽ ഉണ്ടാകുന്ന ശോഷണമായിരിക്കാം, എല്ലിൽ ഉണ്ടാകുന്ന തേയ്മാനായിരിക്കാം. പലപ്പോഴും വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെയൊക്കെ സപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ കൊളാജൻ സപ്ലിമെൻറ്റുകളൊക്കെ. അതെന്തുകൊണ്ട് എടുക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ തരുണാസ്ഥിയും എല്ലിൻ്റെയും അതുപോലെ തന്നെ ജോയിൻറ്റിൻ്റെയും ഒക്കെ ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ശരീരത്തിലില്ല എങ്കിൽ നമുക്ക് കാൽഷ്യത്തിൻ്റെ, ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള മിനറൽസിൻ്റെ ഒന്നും ആഗിരണം പ്രോപ്പറായിട്ട് നടക്കില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തേയ്മാനം പോലെയുള്ള പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ കൊളാജൻ എന്ന് പറയുന്നത് 20 വയസ്സിന് ശേഷം ഓരോ പെർസെൻറ്റേജ് ഓരോ വർഷം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കൊളാജൻ കുറഞ്ഞു കഴിഞ്ഞാൽ തരുണാസ്ഥിയിലുള്ള ശോഷണം ഉണ്ടാകും. ശോഷണം തരുണാസ്ഥിയിൽ വന്നു കഴിഞ്ഞാൽ തരുണാസ്ഥിയാണ് ഒരു കവർ പോലെ, ഒരു ഷോക്ക് അബ്സോർബർ പോലെയുള്ളത്. അതിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാകുന്നത് നമുക്ക് ജോയിൻറ്റിലുള്ള തേയ്മാനാണ്. പലപ്പോഴും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ടാകും. കാരണം ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡും തരുണാസ്ഥി എല്ലാം മാറ്റിയിട്ട് അതിലും ജോയിൻറ്റ് വേറെ വെക്കുന്നതാണ്. കാരണം അത് ശോഷിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, അത് മാറ്റി വെക്കുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന കണ്ടീഷൻ പോലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നേരത്തെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് അർത്ഥം. മറ്റൊന്ന് പറയുന്നതാണ് നമുക്ക് എന്ന് പറയുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. എന്ന് വെച്ചാൽ രോഗപ്രതിരോധ കോശങ്ങൾ, നമ്മുടെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ജോയിൻറ്റിലുള്ള സെല്ലുകളെ തന്നെ കൂടുതലായിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അത് ജീവിതകാലം മുഴുവൻ കുറേ ആളുകളിൽ ഉണ്ടാവും. അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകലാണ് നമുക്ക് എല്ലപ്പോഴും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് കൂടുതലും ചെറിയ ജോയിൻറ്റുകളാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നോർമൽ ആർത്രൈറ്റിസ് മുട്ട് പോലെയുള്ള വലിയ ജോയിൻറ്റിനെ ബാധിക്കുന്ന സമയത്ത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമുക്ക് ബാധിക്കുന്നത് ചെറിയ ജോയിൻറ്റുകളിൽ മാത്രം തുടക്കത്തിൽ ബാധിക്കുന്നത്. അപ്പോൾ അത് ആദ്യം ചെറിയ റെഡ്നെസ് ഉണ്ടാവും, അവിടെ ഒരു സ്വെല്ലിങ് ഉണ്ടാവും. അതിനുശേഷം കൈയും അല്ലെങ്കിൽ ഫിംഗേഴ്സ് ഒന്നും മടക്കാതെ ആവും. അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ എന്ന് നോക്കണം. അത് ആദ്യം തുടക്കത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പിന്നീട് അത് വലിയ ജോയിൻറ്റുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫൈബ്രോമയാൽജിയ പോലുള്ള കണ്ടീഷനാണ്. ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത് ഒരു കാരണവും ഇല്ലാതെ വേദനകൾ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് പോലെ ഉണ്ടാവുക എന്നുള്ളത്. അത് പലപ്പോഴും ഉണ്ടാകുന്നത് ഫൈബ്രോമയാൽജിയ എന്നുള്ള കണ്ടീഷൻ ഒരുപാട് സ്ഥലത്ത് വേദനകളുണ്ടാവും. ആ ഒരു വേദന പ്രത്യേകിച്ച് കാരണം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ കാൽഷ്യോ ഫോസ്ഫറസോ എന്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നോർമലായിരിക്കും നമ്മുടെ ശരീരത്തിൽ. ഒന്നിൻ്റെ കുറവുണ്ടാവില്ല, പക്ഷെ അവർക്ക് വേദനയുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നത് പലപ്പോഴും ഫൈബ്രോമയാൽജിയ കണ്ടീഷനാണ്. അവർക്ക് പലപ്പോഴും ആങ്സൈറ്റി, സ്ട്രെസ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിലാണ് ഈ വേദന ഉണ്ടാകുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ടുള്ള മെൻ്റൽ ട്രോമകളൊക്കെ ആയിരിക്കും അവർക്ക് പിന്നീട് ഒരു വേദനയ്ക്ക് കാരണമാക്കുന്നത്. അപ്പോൾ അങ്ങനെയും നമ്മൾക്ക് ഈ വേദനയെ തരംതിരിക്കാൻ പറ്റും. മറ്റൊന്നെന്ന് പറയുന്നത് ഗൗട്ടാണ്. എനിക്ക് ഗൗട്ട് എന്നുള്ള നെയിം കേട്ടിട്ടില്ല എങ്കിൽ പോലും പലപ്പോഴും യൂറിക് ആസിഡ് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു അമിനോ ആസിഡാണ്. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു 3.5 താഴേക്കായി കഴിഞ്ഞാലും 7 മേലേക്കായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ചില ലാബുകളിൽ 7.5 അല്ലെങ്കിൽ 7.8 വരെയൊക്കെ നോർമൽ കാണാറുണ്ട്. അത് ചില ലാബുകളിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഒരു 7 മേലേക്ക് ആകുമ്പോൾ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പല ആളുകളും ഇങ്ങോട്ടേക്ക് തന്നെ പറയാറുണ്ട്, കാലിൽ അടിയിൽ വേദനയുണ്ട്, ടെസ്റ്റ് ചെയ്യണോ, ഇനി
എനിക്ക് യൂറിക് ആസിഡ് ആണോ എന്നുള്ള സംശയം ഉണ്ടെന്നുള്ളത്. അപ്പോൾ യൂറിക് ആസിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂറിക് ആസിഡ് ടെസ്റ്റ് തന്നെ ബ്ലഡിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു വേദന എന്ന് പറയുന്നത് PCOD അല്ലെങ്കിൽ തൈറോയിഡ് ഒക്കെ പോലെയുള്ള ഹോർമോണൽ അസുഖങ്ങളുള്ള സ്ത്രീകളിലോ അല്ലെങ്കിൽ തൈറോയിഡ് റിലേറ്റഡ് പ്രശ്നങ്ങളുള്ള പുരുഷന്മാരിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഒരു വേദന ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകും. അപ്പോൾ അവർ ഈ ഒരു PCOD ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടാകും. ഹോർമോൺസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകും. USG നോക്കിക്കഴിഞ്ഞാലും PCOD ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഹോർമോണിലുള്ള വ്യതിയാനം കാരണം ബോഡിയിലുള്ള വേദനകളുണ്ടാകും. പലപ്പോഴും നീർക്കെട്ട് പോലെ ഉണ്ടെന്നുള്ളത് അവർ പറയാറുണ്ടാകും. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഹോർമോൺ ബാലൻസ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അവർക്ക് ആവശ്യമുള്ളത്. ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജീവിതശൈലിയിൽ മാറ്റം വരുത്തി കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കും. TFT നോക്കുന്ന സമയത്ത് അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് വേദനയുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അധികമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ജോയിൻറ്റ് ഇഞ്ചുറീസ് ഉണ്ട് അല്ലെങ്കിൽ മസിൽ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാരണം നമുക്ക് വേദനയുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളെ വേദനകൾ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എല്ലാ വേദനയ്ക്കും പോയിട്ട് സപ്ലിമെൻറ്റ് കഴിക്കുകയോ എല്ലാ വേദനയ്ക്കും ഒരേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, തൈലം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഒരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല. ഇതിലേത് കാരണമാണെന്ന് അറിഞ്ഞിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ആളുകളായിരുന്നെങ്കിൽ നിർബന്ധമായിട്ടും വെയിറ്റ് കുറയ്ക്കണം. അതുപോലെ PCOD ഉണ്ടെന്നുള്ളത് ഡിറ്റക്ട് ചെയ്താൽ PCOD ആണ് മാനേജ് ചെയ്യേണ്ടത്. എനിക്ക് വേദന സംഹാരികൾ കഴിക്കാൻ പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് PCOD ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് കൊണ്ടുവരിക. വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ടത് പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ഭക്ഷണ രീതി കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ തൈറോയിഡ് ഫംഗ്ഷൻസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ TFT നോർമലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും. നമുക്ക് മെഡിസിൻസ് എടുക്കേണ്ടി വരും. അത് നിർബന്ധമായിട്ടും എടുക്കുക. അല്ലാതെ നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കുള്ള വേദന കുറയ്ക്കാനോ സഹായിക്കില്ല. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുമ്പം യൂറിക് ആസിഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ റെഡ് മീറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നത് മാത്രം ചെയ്യുന്നതിന് പകരം പ്രോപ്പറായിട്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക. ഒരു 8 to 10% നമ്മുടെ വണ്ണം കുറച്ചുകൊണ്ട് വരിക. അതുപോലെ തന്നെ അധികമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും കുറയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ റെഡ് മീറ്റും കൂടെ കുറയ്ക്കുക. ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളാണ് അത് കുറച്ചുകൊണ്ട് വരികയും കൂടെ വേണം. അതുപോലെ ആർത്രൈറ്റിസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തേയ്മാനം എക്സ്റേ എടുത്ത് നോക്കും. അപ്പോൾ തേയ്മാനം ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയും ഒക്കെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക, കാൽഷ്യത്തിൻ്റെ ലെവൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇനി റിമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് RA ഫാക്ടർ നോക്കുക എന്നുള്ളതാണ്. RA ഫാക്ടർ നോക്കുന്ന സമയത്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അത് പോസിറ്റീവ് ആണോ, RA പോസിറ്റീവ് എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ANA എന്നുള്ളതുണ്ട്. ANA ടെസ്റ്റിൽ എങ്ങനെയാണ് പോസിറ്റീവ് ആണോ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് രക്തവാതം എന്ന് പറയുന്ന അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നോക്കി പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ജോയിൻറ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതല്ലാതെ പല കേസുകളും ഉണ്ടാകുന്നില്ലെങ്കിൽ ക്യാൻസറസ് കേസുകൾ, ട്യൂമർ കേസുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. പക്ഷേ കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വെയിറ്റ് കൊണ്ടുള്ളത്, യൂറിക് ആസിഡ് കൊണ്ടുള്ളത്, നമുക്ക് തേയ്മാനം വരുന്ന ഡെഫിഷ്യൻസി കൊണ്ടുള്ളത്, PCOD കൊണ്ടുള്ളത്, തൈറോയിഡ് കൊണ്ടുള്ളത്, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണോ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒറ്റയ്ക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വയം തന്നെ ഒരു വൈദ്യനാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.